ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന നമ്മുടെ ജോമെട്രിയിലെ ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 ഡയമെൻഷണൽ ജോമെട്രീനെ കുറിച്ചും പഠിക്കാനുണ്ട്, 3 ഡയമെൻഷണൽ ജോമെട്രീനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. ടു ഡയമെൻഷണൽ ജോമെട്രി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വരുന്നതാണ് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരം എന്ന് പറയുന്ന ഭാഗം. ചതുരത്തിന് നമുക്കറിയാം അതിന്റെ ഇക്വേഷൻ കേൾക്കുന്നുണ്ടോ? ചതുരം അല്ലെങ്കിൽ റെക്ടാങ്കിൾ എന്ന് പറയും. അതിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ലെങ്ത് നമ്മൾ എ ആയിട്ട് എടുത്തു, ബ്രെഡ്ത്ത് നമ്മൾ ബി ആയിട്ട് എടുത്തു. ബിയും എയും ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 × A + B എന്ന് പറയുന്നത്. 2 × നീളം പ്ലസ് വീതി. ഇനി അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് റെക്ടാങ്കിൾ അല്ലെങ്കിൽ ചതുരത്തിന്റെ കേസിലാണ്. ഇനി അടുത്ത വരുന്ന ഇക്വേഷൻസ് ആണ് സമചതുരം. ഇത് നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡിൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻസ് അറിഞ്ഞാൽ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ബേസിക് സ്റ്റാൻഡേർഡിൽ നമ്മൾ SCERT-യിലൊക്കെ പഠിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ചെറിയ ക്ലാസ് മുതൽ 3 ഡയമെൻഷണൽ ലെവലിൽ വരുന്ന സമയത്ത് അത് നമ്മൾ SCERT-യിൽ 10th 8th ചാപ്റ്റർ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്, ഇക്വേഷൻസും ഫിഗറും എല്ലാം. അടുത്തത് സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സൈഡ് ഉണ്ടാവും. ആ 4 സൈഡും ഈക്വൽ ആയ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമചതുരം എന്ന് പറയുന്നത്. ഓരോ ആംഗിളും 90 ഡിഗ്രി വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. 4 സൈഡും ഈക്വൽ ആയിരിക്കും. നമ്മൾ ഒരു സൈഡ് എ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 4 സൈഡും എന്ത് തന്നെയായിരിക്കും, എ തന്നെ ആയിരിക്കും. ഇതാണ് സമചതുരം എന്ന് പറയുന്നത്. ഇനി ഈ സമചതുരത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനും വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. 4 വശവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ, പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള അളവാണ്. അപ്പൊ 4 വശമാണുള്ളത്. ആ 4 വശവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവായി. അപ്പൊ ഇവിടെ നമുക്ക് 4 വശവും ഈക്വൽ ആയതുകൊണ്ട് 4 × ഒരു സൈഡ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു വശം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ ആയി. അപ്പൊ ഇവിടെ ഒരു സൈഡ് നമ്മൾ എ ആയിട്ട് എടുത്തത് കൊണ്ട് 4 × A ആണ് എന്ത്, പെരിമീറ്ററിന്റെ ഇക്വേഷൻ. അതുപോലെ വിസ്തീർണം കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സൈഡ് × സൈഡ് ആണ്. നമ്മളിവിടെ സൈഡ് എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് കൊണ്ട് A × A ആണ് A² എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന ഫിഗർ ആണ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ട്രയാങ്കിളില് നമുക്കറിയാം ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ഉണ്ടായിരിക്കും. ഈ 3 സൈഡും 3 ആംഗിളും ഉണ്ടായിരിക്കും ഒരു ട്രയാങ്കിളിന്. ആ ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ ആ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. 3 ആംഗിളും കൂടെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. ഇനി നമ്മൾ ആ മുകളിലത്തെ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന്, പോയിന്റിൽ നിന്ന് താഴത്തെ വശത്തോട്ട് നമ്മളൊരു ലംബം വരച്ചു കഴിഞ്ഞാൽ അതാണ് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ ഇതുപോലെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ചെയ്യുക 3 സൈഡും തമ്മിൽ ആഡ് ആണ് ചെയ്യുക ചുറ്റളവ് കണ്ടുപിടിക്കാൻ. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3 സൈഡും കൂടെ കൂട്ടുക. അപ്പൊ A + B + C ആണ് അതിന്റെ എന്ത്, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആണ് ½ × B × H എന്ന് പറയുന്നത്. ചില കേസിൽ നമുക്ക് ഹൈറ്റ് അറിയില്ല. ഹൈറ്റ് അറിയാണ്ട് ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ് ആണ് നമുക്ക് അറിയുന്നത് എന്നെങ്കിൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് √S × S - A × S - B × S - C എന്ന് പറയുന്ന ഇക്വേഷൻ. അതിൽ ഈ S എന്ന് പറയുന്നത്
പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിന്റെ പകുതിയാണ് എസ് എന്ന് പറയുന്നത്. അപ്പൊ 3 വശവും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റളവ് കിട്ടും. ആ ചുറ്റളവിന്റെ പകുതിയാണ് എന്ത് എസ് വരുന്നത്. പിന്നെ എയും ബിയും സിയും ട്രയാങ്കിളിന്റെ 3 സൈഡുകളാണ് വരുന്നത്, വശങ്ങളാണ് വരുന്നത്. നമുക്ക് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട്. അതില് ഫസ്റ്റത്തെ വന്നിട്ട് നമ്മൾ നോർമൽ ഒരു ട്രയാങ്കിളിന്റെ കേസ് നമ്മൾ പഠിച്ചു. അതിൽ തന്നെ അടുത്തത് വരുന്നതാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. മട്ടത്രികോണം എന്ന് പറഞ്ഞാൽ ഒരു കോൺ മട്ടകോണായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അതിനെയാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് അതിന്റെ ഹൈറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഇത് ഈ സൈഡ് ആയിട്ട് വരുന്നത്, ഇത് നമ്മളൊരു റെക്റ്റാങ്കിൾ യോജിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമുക്ക് ഈ ഫിഗർ. അപ്പൊ ഇത് അതിന്റെ റെക്റ്റാങ്കിളിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് അതിന്റെ ഡയഗണൽ ആയിട്ട് വരും. അതാണ് ഡി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് അല്ലെങ്കിൽ ഒരു മട്ടത്രികോണത്തിന്റെ ചുറ്റളവാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ 3 സൈഡും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കിട്ടും. ഇനി അതിന്റെ വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അടുത്തത് വരുന്നത്. അതും സെയിം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യാം. ആ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ കേസിൽ നമുക്ക് റൂട്ട് ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്ക് രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 2 ടൈപ്പ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റത്തെ വന്നിട്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത് ഒന്ന് 90 ഡിഗ്രി, പിന്നൊന്ന് 45 ഡിഗ്രി, പിന്നൊന്ന് 45 ഡിഗ്രി. നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ 2 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അത് ഈ പറയുന്ന ആംഗിൾ വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ 45 ഡിഗ്രി 45 ഡിഗ്രി 90 ഡിഗ്രി ആണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരുന്നത്. മറ്റേ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇനിയൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 90 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി ആംഗിളിൽ വരുന്നതാണ് അടുത്ത റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇതിന്റെ സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 1:√3:2 എന്ന് പറയുന്ന റേഷ്യോ ആണ് സൈഡ്സിന്റെ റേഷ്യോ. 1:√3:2 എന്ന് പറയുന്നത്. ഇനി 45 ഡിഗ്രി 90 ഡിഗ്രിയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സൈഡിന്റെ റേഷ്യോ, വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:1:√2 ആണ്. ഇത് നമ്മൾ SCERT പഠിക്കുന്ന ഫാക്ട് ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളതാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കഴിഞ്ഞു. ഇനി ഉള്ളതാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. 3 സൈഡും 3 ആംഗിളും ഈക്വൽ ആയ ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഓരോ ആംഗിളും നമുക്കറിയാം, ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ ഈ ഈക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ ആംഗിളും 60 ഡിഗ്രി വെച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ കേസിൽ അതിന്റെ ചുറ്റളവ് കാണണമെന്നുണ്ടെങ്കിൽ 3 സൈഡും എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. പക്ഷെ നമുക്ക് 3 സൈഡും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 × A എന്ന് പെരിമീറ്ററിനെ എഴുതാം. ഇനി അതിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്നില്ലെങ്കിൽ ഹാഫ് ഇൻറ്റു A ഇൻറ്റു എച്ച് എന്ന് പറയണം, അല്ലെങ്കിൽ B ഇൻറ്റു എച്ച്. ബേസ് B ആണെന്നുണ്ടെങ്കിൽ B ഇൻറ്റു എച്ച്. ബേസ് ഏതാണോ ബേസ് ഇൻറ്റു ഹൈറ്റ് ആ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ √A² ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. കൂടുതൽ കേസിലും √A² ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ചിലപ്പോൾ ഈ എന്താ പറയുക ഈക്വലേറ്ററൽ ട്രയാങ്കിൾ തന്നിട്ട് അല്ലെങ്കിൽ സമഭുജ ത്രികോണം തന്നിട്ട് അതിന്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഉന്നതി കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് H √3A ഡിവൈഡഡ് ബൈ
2 എന്ന് പറയുന്നതാണ് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ അടുത്ത വരുന്ന ഒരു ട്രയാങ്കിൾ ആണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കഴിഞ്ഞാൽ അടുത്ത ട്രയാങ്കിൾ ആണ് ഐസോസിലസ് ട്രയാങ്കിൾ. പറയൂ. ആ ട്രയാങ്കിൾ, ഒരു നോർമൽ ട്രയാങ്കിളുടെ പെരിമീറ്റർ എന്ന് പറയുമ്പോഴേ അവിടെ S=A+B+C/2 കൊടുത്തിരിക്കണം. ഇല്ല, അത് ഞാൻ അവിടെ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു. A+B+C മാത്രമേ ഉള്ളൂ കേട്ടോ. ശരി ശരി. മറ്റേ എസ് നമ്മുടെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനിലാണ് √S(S-S-A)(S-B)(S-B)(S-C) എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ എസ് എന്ന് പറയുന്നത് പെരിമീറ്ററിന്റെ ഹാഫ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് A+B+C മാത്രമേ ഉള്ളൂ പെരിമീറ്റർ കേട്ടോ. ഇനി അടുത്ത് വരുന്ന ട്രയാങ്കിൾ ആണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും, ഒരു സൈഡ് മാത്രം ഡിഫറെന്റ് ആയിരിക്കും. രണ്ട് സൈഡും ആ രണ്ട് സൈഡിന്റെ എൻഡിൽ വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഈ ട്രയാങ്കിളിന്റെ കേസിൽ ഇവിടെ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എങ്കിൽ ഈ സൈഡും ഈക്വൽ ആണ്, എ ആയിട്ട് എടുത്തു. ഈ സൈഡ് മാത്രം ഡിഫറെന്റ് ആണ്. ഇതിൽ ഏത് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് വരാം കേട്ടോ. ഈക്വൽ ആയ സൈഡിന്റെ എൻഡിൽ വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ആംഗിളും രണ്ട് സൈഡും ഈക്വൽ ആയ ട്രയാങ്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ളത്. അപ്പൊ ഈ ഐസോസിലസ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണാൻ നമ്മൾ പ്രത്യേകിച്ച് ഈ എന്താ പറയാ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ഏതൊരു ഫിഗറിന്റെ പെരിമീറ്റർ കാണാനാണെന്നുണ്ടെങ്കിലും നമുക്ക് സൈഡ് ഉള്ളതിന്റെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ആ സൈഡുകൾ എത്ര സൈഡ് ഉണ്ടോ ആ സൈഡിന്റെ ഒക്കെ വാല്യൂ എത്രയാണോ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയാ മൂന്ന് സൈഡും തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇവിടെ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ടാണ് നമ്മൾ 2A എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ട് വട്ടം നമ്മൾ എഴുതുന്നതിന് പകരം 2 × A ഒരു സൈഡ് +B എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. മൂന്ന് സൈഡും കൂട്ടിക്കഴിഞ്ഞാൽ സൈഡ് ഉള്ള ഏതൊരു ട്രയാങ്കിൾ എന്നല്ല ഏതൊരു ഫിഗറിന്റെ ആണെന്നുണ്ടെങ്കിലും സൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പെരിമീറ്റർ കാണാം. കാരണം ചുറ്റുമുള്ള അളവാണ് എന്ത്? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഹൈറ്റ് എന്താ പറയുക ഏരിയ കണ്ടുപിടിക്കാനും സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഇക്വേഷൻ തന്നെയാണ്. ഹൈറ്റ് എപ്പോഴും മുകളിലത്തെ ഈ പോയിന്റിൽ നിന്ന് താഴത്തെ ഈ സൈഡാണ് ബേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വരയ്ക്കുന്ന ഇതിനെയാണ് നമ്മൾ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ഇത്രയുമാണ് ട്രയാങ്കിൾസിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് വരുന്നത്. സ്ക്വയർ, ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ പറഞ്ഞു, സ്ക്വയർ പറഞ്ഞു, പിന്നെ ട്രയാങ്കിള്, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ, ഐസോസിലസ് ട്രയാങ്കിൾ, പിന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതാണ് പാരലലോഗ്രാം എന്ന് പറയുന്നത്. സാമാന്തരികം എന്ന് മലയാളത്തിൽ പറയും പാരലലോഗ്രാം. പാരലലോഗ്രാമിന്റെ പ്രത്യേകത ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പൊ താഴത്തെ ഈ സൈഡ് A ആണെന്നുണ്ടെങ്കിൽ ഇതും A തന്നെയാണ്, ഇത് B, അപ്പൊ ഇതും B. ഒരിക്കലും ഈ രണ്ട് വാല്യൂ ഈക്വൽ ആയിട്ട് വരില്ല കേട്ടോ. B എന്ന് പറയുന്ന വാല്യൂ ഇപ്പൊ 4 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇതും 4 ആയിരിക്കും. ഇത് 5 ആണെന്നുണ്ടെങ്കിൽ ഇതും 5. ഇതും രണ്ടും 4 ആയിട്ട് വരില്ല. അപ്പൊ അത് എന്താ പറയാ റോംബസ് ആയിട്ട് മാറും. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ അതിന്റെ ഇക്വേഷൻ 2 × A+B നമ്മുടെ റെക്ടാങ്കിളിന്റെ അതേ ഇക്വേഷൻ തന്നെയാണ്. ഇപ്പൊ അതിന്റെ ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. 4 സൈഡും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കിട്ടി. എന്നാ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിക്കണം. ട്രയാങ്കിളിന്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അതിൽ ഈ ഹാഫ് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ പാരലൽ ഇക്വേഷനായി ഏരിയ കണ്ടുപിടിക്കാനുള്ളത് ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്.
ഇവിടെ പാരലലോഗ്രാമിന്റെ ഏരിയ ആയിട്ട് വരാം. ബേസ് എ ആയിട്ട് ഈ ഫിഗറിൽ എ ആയതുകൊണ്ടാണ് എ ഇൻറ്റു എച്ച് എന്ന് എഴുതിയിരിക്കുന്നത്. നമുക്ക് ബേസ് നമ്മുടെ ഫിഗറിൽ ഏതാണ് വാല്യൂ വരുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി അടുത്തതാണ് സമഭുജ സാമാന്തരികം. അതിനെ പറയുന്നതാണ് റോംബസ്, നമ്മുടെ പട്ടത്തിന്റെ ഷേപ്പ്. അത് 4 സൈഡും ഈക്വൽ ആയിരിക്കും, എന്നാൽ ഡയഗണൽസ് ഡിഫറെന്റ് ആയിരിക്കും. പാരലലോഗ്രാമിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഈ ഡയഗണലും ഡിഫറെന്റ് ആയിരിക്കും. ഡയഗണലിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കില്ല. അത് സ്ക്വയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഡയഗണൽസ്, സമചതുരത്തിന്റെ കേസ് ആണെങ്കിൽ ഡയഗണൽസ് തുല്യമായിരിക്കും. ചതുരമാണെങ്കിൽ ഡയഗണൽസ് അല്ലെങ്കിൽ വികർണം എന്ന് പറയുന്നത് തുല്യമായിരിക്കില്ല. ഇനി സമഭുജ സാമാന്തരികം അല്ലെങ്കിൽ റോംബസിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ 4 സൈഡും തുല്യമായിരിക്കും, ഡയഗണൽസ് ഡിഫറെന്റ് ആയിരിക്കും. ഇനി അതിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 4 ഇൻറ്റു ഒരു സൈഡ്. നമ്മുടെ സ്ക്വയറിന്റെ അതേ ഇക്വേഷൻ തന്നെ, 4 സൈഡും ഈക്വൽ ആയതുകൊണ്ട് 4 ഇൻറ്റു ഒരു സൈഡ് ചെയ്താൽ മതി. ഇനി അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. അപ്പൊ d1ഉം d2ഉം 2 ഡയഗണൽസ് ആണ്. ഇത് ഇങ്ങനെ വരയ്ക്കുന്നത് ഒരു ഡയഗണൽ ആണ്. ഈ എൻഡുകൾ തമ്മിൽ, ഓപ്പോസിറ്റ് എൻഡുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന അടുത്ത ഡയഗണൽ ആണ് d1ഉം d2ഉം വരുന്നത്. ഇനി അടുത്തതാണ് ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം എന്ന് പറയുന്നത്. ട്രപ്പീസിയത്തിന്റെ ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ബേസ് എ, ഈ സൈഡ്സ്, ഈ താഴത്തെ സൈഡും ഈ മുകളിലത്തെ സൈഡും ഈക്വൽ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ സൈഡും ഈക്വൽ ആയിരിക്കില്ല. 4 സൈഡും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇതിന്റെ പെരിമീറ്റർ കാണാൻ പറഞ്ഞാൽ 4 സൈഡും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ ആവും. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി ആണ് ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഹാഫ് ഇൻറ്റു h ഇൻറ്റു a പ്ലസ് ബി. ഇനി സർക്കിളിൽ നമുക്കറിയാം സൈഡ് ഒന്നും ഇല്ല. അപ്പൊ സർക്കിളിൽ നമുക്കുള്ളത് ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിനെ പറയുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം എന്ന് മലയാളത്തിൽ പറയും. ഇനി ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ഡയാമീറ്റർ എന്ന് പറയുന്നത്. അതായത് ആരത്തിന്റെ ഡബിള്, റേഡിയസിന്റെ ഇരട്ടീനെ പറയുന്നതാണ് എന്ത്, ഡയാമീറ്റർ എന്ന്. അപ്പൊ അതിന്റെ നമ്മൾ സൈഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സൈഡ് കൂട്ടാനൊന്നും പറ്റില്ല. അപ്പൊ നമ്മൾ സർക്കിളിന്റെ കേസിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുന്ന വേണം. 2πr ആണ് സർക്കിളിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നതാണ്. നമുക്ക് പ്രോബ്ലം തരുന്ന സമയത്ത് ചില സമയത്ത് പൈ ഉള്ള വാല്യൂ ആയിരിക്കും, ചിലപ്പോൾ പൈ ഇല്ലാത്ത വാല്യൂ ആയിരിക്കും. ഈ പൈന്റെ വാല്യൂ വരുന്നത് 22 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനിയിപ്പോ പോയിന്റ് വാല്യൂവിലാണെങ്കിൽ 3.14 ആണ് പൈന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി പെരിമീറ്റർ, അതിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ്. സർക്കിളിന്റെ അല്ലെങ്കിൽ വൃത്തത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്, പൈ ആർ സ്ക്വയർ. ഇനി അത് അർദ്ധവൃത്തമാകണ സമയത്ത് പ്രത്യേകിച്ച് ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ബോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോളിന് നടുക്ക് അങ്ങോട്ട് മുറിച്ച് കഴിഞ്ഞാൽ അത് 2 പീസ് ആവില്ലേ. അപ്പൊ അതിലൊരു കഷ്ണത്തിന് നമ്മൾക്ക് എന്തെന്ന് പറയാ, അർദ്ധവൃത്തമായിട്ട് എടുക്കാം. ഓക്കെ, അത് ശരിക്കും നമ്മൾ ഇതിൽ സ്പിയറിന്റെ കേസിലാണ് പറയാ. ഇപ്പൊ നമ്മളൊരു വരച്ച ഈ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ മോൾ പോർഷൻ മാത്രമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എടുത്താൽ അതാണ് സെമി സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ സെമി സർക്കിൾ ആവണ സമയത്ത് അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ പ്ലസ് 2r ആണ്. എങ്ങനെ പൈ ആർ വന്നത് എന്നറിയോ? ഇക്വേഷൻ ഒന്നില്ലെങ്കിൽ 2πrന്റെ ഹാഫ് എടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ പൈ ആർ പ്ലസ് 2r ആയിട്ട് പഠിച്ചാലും മതി. നമ്മുടെ ഈ ഇക്വേഷൻ എന്താണോ, സെമി സർക്കിൾ സർക്കിളിന്റെ പെരിമീറ്റർ എന്താണോ അതിന്റെ പകുതിയാണ് എന്ത്, സെമി സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി അതേപോലെ പൈ ആർ സ്ക്വയർ ആണ് ഏരിയ, സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ അതിന്റെ പകുതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, സെമി സർക്കിൾ അല്ലെങ്കിൽ അർദ്ധവൃത്തത്തിന്റെ ഏരിയ കിട്ടും. അപ്പൊ പ്രത്യേകിച്ച് അത് സെമി സർക്കിളിന്റെ പഠിച്ചു വെക്കണമെന്നില്ല. സർക്കിളിന്റെ അറിഞ്ഞു കഴിഞ്ഞാൽ സർക്കിളിന്റെ പെരിമീറ്റർ എത്രയാണോ അതിന്റെ പകുതിയാണ് സെമി സർക്കിളിന്റെ വരിക.
അതുപോലെ സർക്കിളിന്റെ ഏരിയ എത്രയാണോ അതിന്റെ പകുതിയാണ് സെമി സർക്കിളിന്റെ ഏരിയ വരിക. എല്ലാ ഇക്വേഷനും പാടെ പഠിച്ചു വെച്ചാൽ ചിലപ്പോൾ നമുക്ക് മൈൻഡിൽ നിൽക്കണം എന്നില്ല. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 ഡയമെൻഷൻ എന്ന് പറയുന്ന കാര്യമാണ്. 2 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ പറ്റും. പക്ഷെ 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണിക്കാൻ പറ്റില്ല. ത്രിമാന രൂപം എന്ന് പറയും. അപ്പൊ 3 ഡയമെൻഷൻ ഫിഗറിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. 2 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ഉണ്ട്. 3 ഡയമെൻഷൻ ആണ് SCERT ടെസ്റ്റിൽ 10th സ്റ്റാൻഡേർഡിന്റെ 8ാമത്തെ ചാപ്റ്റർ സോളിഡ്സ് എന്ന് പറയുന്ന ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിലത്തെ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലും മതി. കൂടുതലും SCERT ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് അവർ ഇടുന്നത് ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ. പിന്നെ പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കണം. ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ ജോമെട്രിയിൽ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്. മറ്റുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ട്രിക്ക് യൂസ് ചെയ്ത് ചെയ്യണ പോലെ ജോമെട്രിയിലത്തെ പ്രോബ്ലംസ് നമുക്ക് എല്ലാതും ഒന്നും ട്രിക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് തന്നെ ചെയ്യണം. അപ്പൊ ആദ്യത്തെയാണ് അതിൽ വരുന്നത് ക്യൂബോയിഡ് അല്ലെങ്കിൽ ചതുരക്കട്ട എന്ന് പറയും. നമ്മുടെ ഇഷ്ടിക. ആ ഇഷ്ടികയുടെ ഷേപ്പ് നമുക്കറിയാം. നമുക്ക് ശരിക്കും വരച്ച് കാണിക്കാൻ പറ്റില്ല. അതിന്റെ ഒരു സൈഡ് മാത്രമാണ് വരച്ച് കാണിക്കണത്. അതിന്റെ പിന്നിലുള്ള ഭാഗമൊന്നും നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റില്ല. അതാണ് ഈ 3 ഡയമെൻഷണൽ ഫിഗറിന്റെ പ്രത്യേകത. എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും ഉണ്ട്. മറ്റേ 2 ഡയമെൻഷൻ ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും മാത്രമേ വരുള്ളൂ. അപ്പൊ ചതുരക്കട്ട അല്ലെങ്കിൽ ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഇത് ലെങ്ത്, ഇതാണ് അതിന്റെ ലെങ്ത്, ഇതാണ് അതിന്റെ ബ്രെഡ്ത്ത് വരുന്നത്, ഇതാണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. നിങ്ങൾ ഒരു ഇഷ്ടിക എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടികയുടെ താഴ്ഭാഗത്തെ ആ സൈഡ് ലെങ്ത്തും ബ്രെഡ്ത്തും ആ ഹൈറ്റും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിന്റെ ഉപരിതല വിസ്തീർണം, അതായത് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഇംഗ്ലീഷിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയും, മലയാളത്തിൽ ഉപരിതല വിസ്തീർണം എന്ന് പറയും. ആ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2 ഇൻറ്റു LB പ്ലസ് BH പ്ലസ് LH. ഇനി പാർശ്വതല വിസ്തീർണമുണ്ട്. അതായത് ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് ഇംഗ്ലീഷിൽ പറയും. പാർശ്വതല വിസ്തീർണം അല്ലെങ്കിൽ പാർശ്വതല പരപ്പളവ് എന്ന് പറയും. അതിന്റെ ഇക്വേഷൻ 2 ഇൻറ്റു H ഇൻറ്റു L പ്ലസ് B ആണ്. ഇനി ഇതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് വോളിയം, വ്യാപ്തത്തിനെ പറയുന്ന വോളിയം എന്നാണ് ഇംഗ്ലീഷിൽ പറയാ. L ഇൻറ്റു B ഇൻറ്റു H, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇതാണ് ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ചതുരക്കട്ടയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി ഇതിന്റെ വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ ചോദിക്കാം. വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √L² പ്ലസ് B² പ്ലസ് H² എന്ന് പറയുന്നതാണ് വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള വികർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √L² പ്ലസ് B² പ്ലസ് H² ആണ്. ഇത് ചതുരക്കട്ടയുടെ. ഇനി നമുക്ക് ഇത് തന്നെ സമചതുരക്കട്ട, ക്യൂബ് എന്ന് പറയുന്നത് നമുക്കറിയാം, കളിക്കാൻ യൂസ് ചെയ്യുന്ന സാധനമില്ലേ, കളറ് സെയിം ആക്കുന്നത്, അത് ക്യൂബോയിഡ്. അതില് വന്നിട്ട് ക്യൂബോയിഡ് ചതുരക്കട്ട, ക്യൂബ് സമചതുരക്കട്ട. സമചതുരക്കട്ട എന്ന് പറയുന്ന സമയത്ത് അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. 4 അളവുകളും സെയിം ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ അതിന് 6 ഫേസസ് ആണുള്ളത്. 6 നമുക്ക് ആ സാധനം എടുത്തു കഴിഞ്ഞാൽ അറിയാം 6 വശങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് 6 ഇൻറ്റു A² എന്ന് പറയുന്നത്. ഇനി അതിന്റെ തന്നെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് A³ എന്ന് പറയുന്നത്. വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
ഇനി വികർണത്തിന്റെ നീളം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√3 ആണ്. വികർണത്തിന്റെ ഒരു സമചതുരക്കട്ടയുടെ വികർണം അല്ലെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ A√3 ആണ്. ഇനി 4 ചെരിവുകളുടെയും വിസ്തീർണം കണ്ടുപിടിക്കുന്നത് 4A² ആണ്. ഇതാണ് ചതുരക്കട്ടടിയും സമചതുരക്കട്ടടിയും. ഫിഗറും മനസ്സിലാക്കുക, അതിന്റെ ഇക്വേഷനും മനസ്സിലാക്കുക. ഫിഗർ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് ഇക്വേഷൻസ് എടുക്കാൻ പറ്റും. ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ പറഞ്ഞാൽ ചുറ്റുമുള്ള സർഫസിന്റെ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. 6 സർഫസ് ആണ് ഉള്ളത്. ഇതുവരെ പറഞ്ഞത് ഓക്കെ ആണോ? മിസ് ഈ വാക്കിന്റെ ഇംഗ്ലീഷ് പറയോ? ഓക്കെ. ചതുരക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂബോയിഡ്. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, TSA. പാർശ്വതല വിസ്തീർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ, LSA. വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം. വികർണം എന്ന് പറഞ്ഞാൽ ഡയഗണൽ ട്ടോ. ഓക്കെ ശരി. ഇനി അടുത്ത ഷേപ്പാണ് സിലിണ്ടർ എന്ന് പറയുന്നത്. വൃത്തസ്തംഭം, മലയാളത്തിൽ വൃത്തസ്തംഭം എന്ന് പറയും, ഇംഗ്ലീഷിൽ സിലിണ്ടർ എന്ന് പറയും. സിലിണ്ടർ നമുക്കറിയാം, ഒരു PVC കുഴലിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് എന്താണ്? സിലിണ്ടർ ആകൃതിയാണ്. അപ്പൊ അതിന്റെ താഴ്ഭാഗത്ത് ഒരു PVC പറയുന്ന സമയത്ത് ഫിഗർ ഒന്ന് ഇമേജിൻ ചെയ്യുക. ഒരു PVC കുഴലിനെ നമ്മൾ കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു പീസ് PVC പൈപ്പ് ഉണ്ട് വിചാരിച്ചോ. അതിന്റെ താഴ്ഭാഗവും മോൾഭാഗവും സർക്കിൾ ആയിരിക്കും. ഈ മോളത്തെ സർക്കിളിന്റെ സെന്ററിൽ നിന്ന് താഴത്തെ സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ആ ഡിസ്റ്റൻസ് ആണ് അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് താഴത്തെ സർക്കിൾ ആണെങ്കിലും മുകളിലത്തെ സർക്കിൾ ആണെങ്കിലും സിലിണ്ടറിന്റെ കേസിൽ റേഡിയസ് സെയിം ആണ്. ഈ സെന്റർ പോയിന്റിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസും റേഡിയസ് തന്നെയാണ്. അപ്പൊ ഇതിനെയാണ് റേഡിയസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആരം എന്ന് പറയും. ഇവിടെ നമുക്ക് വക്രതല പരപ്പളവ്. വക്രതല പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലാറ്ററൽ സർഫസ് ഏരിയ ചുറ്റുമുള്ള ഭാഗത്തിനെ, അതായത് മോൾഭാഗവും താഴ്ഭാഗവും വരാണ്ട് ചുറ്റുമുള്ള ആ ഉരുണ്ട ഷേപ്പില്ലേ, അതിനെയാണ് നമ്മൾ വക്രതല പരപ്പളവ് അല്ലെങ്കിൽ വക്രതല വിസ്തീർണം എന്ന് പറയാം. ഇംഗ്ലീഷിൽ തന്നെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയും. ഇവിടെ നമ്മൾ ക്യൂബിന്റെ കേസിലും ക്യൂബോയിഡിന്റെ കേസിലും നമ്മുടെ സർഫസ് നമുക്കറിയാം റൗണ്ടിലല്ല. അതുകൊണ്ടാണ് ഇത് ലാറ്ററൽ ആയതുകൊണ്ടാണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞത്, ചുറ്റുമുള്ളതിന്. ഇവിടെ നമുക്കതറിയാതെ ഉരുണ്ട കർവ്ഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് അല്ലേ, അതുകൊണ്ടാണ് അതിനെ കർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയാ. CSA എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ തന്നെ വക്രതല വിസ്തീർണം അല്ലെങ്കിൽ വക്രതല പരപ്പളവ് എന്ന് പറയും. അത് 2πRH ആണ് ഇക്വേഷൻ. 2πRH, ഈ ചുറ്റുമുള്ള ഈ ഭാഗം മാത്രം ട്ടോ. അതിനെ പറയണതാണ് വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കർവ്ഡ് സർഫസ് ഏരിയ, 2πRH. ഇനി ഉപരിതല വിസ്തീർണം, അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ വക്രതല പരപ്പളവായ ഈ 2πRHും പ്ലസ് താഴത്തും സർക്കിൾ ഉണ്ട് മുകളിലും സർക്കിൾ ഉണ്ട്. ഉപരിതലം അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ എല്ലാം പെടും. അപ്പൊ ഈ കർവ്ഡ് ആയ പോർഷന്റെ നമുക്ക് ഏരിയ അറിയാം, 2πRH ആണെന്നറിയാം. ഇനി താഴത്തും സർക്കിൾ ഉണ്ട് മുകളിലും സർക്കിൾ ഉണ്ട്. ഈ രണ്ട് സർക്കിളിന്റെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. ഇവിടെ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമ്മൾ 2πr² എന്ന് എഴുതും. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് ഇവിടെയും 2π ഉണ്ട്, ഇവിടെയും 2π ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്, ഇവിടെയും 6 ഉണ്ട്. അങ്ങനെ നമുക്ക് 2πr നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. പിന്നെ ഇവിടെ ഇനി h മാത്രമേ ഉള്ളൂ, h പ്ലസ് ഇനി ഇവിടെ നമ്മൾ r² നിന്ന് ഒരു 6 നമ്മൾ എടുത്തു, ഇനി ഒരു 6 കൂടെ ഉണ്ട്. അതാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. 2πr × h + r എന്ന് പറയുന്ന ഇക്വേഷൻ അങ്ങനെയാണ് വന്നത്. നിങ്ങൾക്ക് ഈ വക്രതല കർവ്ഡ് സർഫസ് ഏരിയ അറിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ, താഴത്തും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ മോളത്തെയും വരും. അപ്പൊ ആ രണ്ട് സർക്കിളും കൂടെ വരും. സർക്കിളിന്റെ ഏരിയ πr² ആണ്. അപ്പൊ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 2πr². അപ്പൊ
πrh പ്ലസ് πr² ചെയ്ത് കഴിഞ്ഞാലും ആൻസർ കിട്ടും. അല്ല പുറത്തെടുത്തിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും ആൻസർ കിട്ടും. ഇതിൽ നിന്ന് ഔട്ട്സൈഡ് എടുത്തിട്ടാണ് ഈ ഒരു ഇക്വേഷനിലേക്ക് വന്നത് കേട്ടോ. ഇനി ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr² ആണ്. πr² ആണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനി അടുത്ത വരുന്ന ടോപ്പിക്കാണ് വൃത്തസ്തൂപിക. അതിന് ഇംഗ്ലീഷിൽ കോൺ എന്ന് പറയും. നമുക്കറിയാം നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന ആ കോണില്ലേ, ആ കോണിന്റെ ഷേപ്പ്. അതിന്റെ താഴ്ഭാഗം നമുക്കറിയാം സർക്കിൾ ആയിരിക്കും. കോണിന്റെ താഴത്തെ ഭാഗം സർക്കിളും പിന്നെ ചുറ്റുമുള്ള ഭാഗം ഉണ്ടായിരിക്കും. അതിന്റെ ഈ ഹൈറ്റ്, ഈ താഴത്തെ ഇതാണ് സർക്കിള്. ഈ സർക്കിളിന് ഒരു സെന്റർ ഉണ്ടാവും. ആ സെന്ററിൽ നിന്ന് സർക്കിളിലോട്ട് വരയ്ക്കുന്നതിന് നമ്മൾ റേഡിയസ് അല്ലെങ്കിൽ ആരെന്ന് പറയും. അതുപോലെ ഈ കോണിന്റെ ടോപ്പിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് ഹൈറ്റ്, h എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ ഈ ചെരിഞ്ഞു കിടക്കുന്ന ഈ ഭാഗമില്ലേ, അതിനെ പറയുന്ന പേരാണ് L എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. മലയാളത്തിൽ ചെരിവുയരം എന്ന് പറയും, ഇംഗ്ലീഷിൽ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. സ്ലാന്റ് ഹൈറ്റ് ആണ് ഈ L എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഉപരിതല വിസ്തീർണം. ഉപരിതല വിസ്തീർണം എന്ന് പറയുന്നത് πr/L+r. അതാണ് ഇക്വേഷൻ. πr×L+r. അതെങ്ങനെ വന്നു വെച്ചാ πrL ആണ് ഇതിന്റെ കെർവ്ഡ് സർഫസ് ഏരിയ. കോണിന്റെ ചുറ്റുമുള്ള ഭാഗമില്ലേ, വക്രതല പരപ്പളവ് അല്ലെങ്കിൽ കെർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πrL ആണ്. പിന്നെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ അടിയിൽ ഒരു സർക്കിളും കൂടെ ഇല്ലേ, ആ സർക്കിളിന്റെ ഏരിയ എന്താ, πr². അപ്പൊ ഇക്വേഷൻ ശരിക്കും ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ πrL+πr² ആണ്. നമ്മൾ അതിൽ നിന്ന് ഇവിടെയും πr ഉണ്ട്, ഇവിടെയും πr ഉണ്ട്. അപ്പൊ πrനെ ഔട്ട്സൈഡ് എടുത്തു. പിന്നെ ഇവിടെ ഒരു L ഉണ്ട്, ഇവിടെ r² എന്ന് ഒരു 6 പുറത്തെടുത്തു. അപ്പൊ ഇനി ഒരു 6 കൂടെ ഉണ്ട്. അങ്ങനെയാണ് πr×L+r എന്ന് പറയുന്ന ഇക്വേഷൻ വന്നത്. നിങ്ങൾക്ക് πrL+πr² എന്ന് പഠിച്ചാലും കുഴപ്പമില്ല. പിക്ചർ മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിനെക്കാട്ടി നല്ലത് ഫിഗർ നോക്കിയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഇക്വേഷൻ മറന്നു പോയി കഴിഞ്ഞാൽ ഫിഗർ കണക്ട് ചെയ്തിട്ട് കിട്ടും. ഈ റൗണ്ട് ചെയ്തിട്ടുള്ള ഈ ഭാഗമാണ് കെർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ്. അതാണ് πrL. പിന്നെ താഴത്തെ ഈ ഭാഗം നമുക്കറിയാം സർക്കിൾ ആണ് കോണിന്റെ, അത് πr² ഏരിയ. അങ്ങനെ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. പിന്നെ കോണിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് വ്യാപ്തം. 1/3 πr²h. അതാണ് ഇക്വേഷൻ. πr²h ആണ് എന്തിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്, സിലിണ്ടറിന്റെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് മാത്രമായിരുന്നു, πr²h എന്ന് പറയണതായിരുന്നു. അതിനെ ഒരു 3 കൊണ്ട്, അതിന്റെ 1/3 ഭാഗമാണ് എന്ത്, ഈ വൃത്തസ്തൂപിക അല്ലെങ്കിൽ കോണിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പൊ πr²hനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കോണിന്റെ വോളിയം ആവും. ഇനി ഈ എല്ലും ചിലപ്പോൾ നമുക്ക് പ്രോബ്ലം തരുന്ന സമയത്ത് നമുക്ക് ഈ ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്ലും ആറും അറിഞ്ഞിരിക്കണം. അപ്പൊ ചിലപ്പോൾ നമുക്ക് L തരില്ല, പകരം R ഉം H ഉം ആയിരിക്കും തരുന്നുണ്ടാവുക ഫിഗറിൽ. അപ്പൊ ഇവിടെ കണ്ടോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ യൂസ് ചെയ്തിട്ട് L² ഈക്വൽ ആണ് R²+H² എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. L ഈക്വൽ ടു അപ്പൊ എന്ത് വരും, √R²+H² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് L കണ്ടുപിടിക്കാൻ. ഇനി ചിലപ്പോൾ നമുക്ക് റേഡിയസ് അറിയില്ല, പക്ഷെ റേഡിയസ് അറിഞ്ഞാലാണ് നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റേഡിയസ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ H ഉം നമുക്ക് അറിയുന്നുണ്ടാവും, L ഉം നമുക്ക് അറിയുന്നുണ്ടാവും. റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R is equal to L². നമ്മുടെ പൈതഗോറസ് തിയറത്തിന്റെ അതേ ഇക്വേഷൻ ആണ് കേട്ടോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പഠിച്ചിട്ടില്ലേ, അതേ തന്നെയാണ് അപ്ലൈ ചെയ്യണത്. ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം, താഴത്തെ ബേസ് ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ R² is equal to എന്ത് വരും, L² - H² എന്ന് വരും. ഇനിയിപ്പോ H ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിലോ
എൽ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് വരും. എച്ച് സ്ക്വയർ ഈക്വൽ ടു ആണെങ്കിൽ എച്ച് ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ട് എടുത്താൽ മതി. സ്ക്വയർ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് വരുമ്പോ റൂട്ട്. വൃത്തസ്തൂപിക ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഇനി ഈ വൃത്തസ്തൂപിക പറയുന്ന സമയത്ത് നമ്മൾ വൃത്തസ്തൂപിക ശരിക്കും ഉണ്ടാക്കുന്നത് സെക്ടർ യൂസ് ചെയ്തിട്ടാണ്. സെക്ടർ അതിന് മലയാളത്തിൽ വൃത്താംശം എന്ന് പറയും, ഇംഗ്ലീഷിൽ സെക്ടർ എന്ന് പറയും. സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മുടെ സർക്കിള് അല്ലെങ്കിൽ ഒരു കേക്കാന്ന് വിചാരിച്ചോ. നമ്മൾ ഈ കേക്കിനെ കട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു പീസിനെ പറയുന്ന പേരാണ് സെക്ടർ എന്ന്. ഇതിനെ മടക്കിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? കോൺ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ സെക്ടറിന്റെ റേഡിയസ്, ഈ റേഡിയസ് ആണ് നമ്മൾ മടക്കണ സമയത്ത് കോണിന്റെ ഈ ചെരിവ് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അത് അറിഞ്ഞിരിക്കണം കേട്ടോ. സെക്ടറിന്റെ റേഡിയസ് ആണ് കോണ്. സെക്ടറിനെ മടക്കിയിട്ട് നമ്മളൊരു കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ സെക്ടറിന്റെ റേഡിയസ് ആണ് ഈ കോണിന്റെ സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആറും എല്ലും ഈക്വൽ ആണ്. ഇനി ഈ താഴത്തെ ഈ ഭാഗമില്ലേ സെക്ടറിന്റെ, ഇതിനെ ആർക്ക് ലെങ്ത് എന്ന് പറയും. ഇതാണ് ഇവിടെ അടിയിൽ ഈ സർക്കിൾ ആയിട്ട് വരുന്നത് റോൾ ചെയ്യുമ്പോൾ. അപ്പോ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സ് ബൈ 360 ഈക്വൽ ടു ആർ ബൈ എൽ. ഇതാണ് ഇക്വേഷൻ. എക്സ് ബൈ 360 ഈക്വൽ ടു ആർ ബൈ എൽ. 360 എന്ന് പറയുന്നത് ഈ സർക്കിളിൽ മൊത്തം, ഒരു സർക്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം 360 ഡിഗ്രി ആണ്. ഈ എക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിൾ ആണ്. സെൻട്രൽ ആംഗിൾ എന്ന് ഉദ്ദേശിച്ച് നമ്മൾ എടുക്കുന്ന സെക്ടറിന്റെ ഈ ആംഗിളിനെയാണ് നമ്മൾ എക്സ് എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ 30 ഡിഗ്രി ആംഗിളിലാണ് അത് കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിന്റെ വാല്യൂ 30 ഡിഗ്രി ആണ്. പിന്നെ ഈ സ്മോൾ ആർ എന്ന് പറയുന്നത്, സ്മോൾ ആറിന്റെ വാല്യൂ ഈ ഉണ്ടാക്കിയ ഈ കോണിന്റെ റേഡിയസ് ആണ് സ്മോൾ ആർന്ന്. ചില കേസിൽ നമുക്ക് സെക്ടറിനെ എന്താ പറയുക റോൾ ചെയ്തിട്ടാണ് നമ്മൾ കോൺ ഉണ്ടാക്കണമെന്ന് പറയുന്ന കേസിൽ അവരൊരിക്കലും ഈ ഹൈറ്റും എല്ലും തരില്ല. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റില്ല. കാരണം എച്ച് നമുക്ക് അറിയില്ല, എല്ല് കണ്ടുപിടിക്കാൻ ചിലപ്പോ നമുക്ക് ആറ് കണ്ടുപിടിക്കാനാ ചോദിക്കുക. എല്ല് നമുക്ക് സെക്ടറിൽ നിന്ന് കിട്ടും. സെക്ടറിന്റെ റേഡിയസ് എത്രയാണോ അതായിരിക്കും സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരിക. പക്ഷെ എല്ല് അറിയാം, പക്ഷെ ആറ് അറിയില്ല. ഏതെങ്കിലും രണ്ടെണ്ണം അറിഞ്ഞാലല്ലേ നമുക്ക് മൂന്നാമത്തത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ റേഡിയസ് കാണാൻ പറഞ്ഞാൽ സെക്ടറിനെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ കോൺ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ, കോണിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ. ഈ കോണിന്റെ റേഡിയസ് ആണ് ഈ സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത്. ഈ എൽ എന്ന് പറയുന്നത് നമുക്കറിയാം സെക്ടറിന്റെ റേഡിയസ്, അത് തന്നെയാണ് ഈ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ മിസ്, ക്ലിയർ ആയി. ഇനി അടുത്തതാണ് സ്പിയർ. സ്പിയർ എന്ന് പറയുന്ന ഭാഗം ഗോളം എന്ന് ഇംഗ്ലീഷിൽ പറയും. നമുക്കറിയാം നമ്മളൊരു എന്താ പറയാ വുഡ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബോളാ വിചാരിച്ചോ. അപ്പൊ അതിന്റെ ഉള്ളിൽ ഹോളോ ആയിരിക്കില്ല, ഉൾഭാഗം നമുക്കറിയാം വുഡ് മരം ഉണ്ടായിരിക്കും. അപ്പൊ ഈ വ്യാപ്തം എന്ന് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ആണ് ഇതിന്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഏരിയ എന്തായിരിക്കും? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഇതിന്റെ മൊത്തത്തിലുള്ള ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ 4πr²ഉം ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3 πr³ ഒരു സ്പിയറിന്റെ കേസിൽ. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോള്, ആ ഷേപ്പ് കേട്ടോ. അത് നമുക്ക് വരയ്ക്കാൻ പറ്റില്ലല്ലോ, അതാണ് 3D വരുന്നത്. അത് ഇനി ലാസ്റ്റ് വൺ ആണ് അർദ്ധഗോളം അല്ലെങ്കിൽ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഹെമിസ്ഫിയർ നോക്ക്, നമ്മൾ ആ സ്പിയറിനെ കട്ട് ചെയ്തത്, ഒരു ബോൾ ഉണ്ടെങ്കിൽ ആ ബോളിനെ നമ്മൾ പകുതിയാക്കി കഴിഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന ഒരു പീസ് ഇല്ലേ, അതാണ് എന്ത്? ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വക്രതല പരപ്പളവുണ്ട്, അതായത് കെർവ്ഡ് സർഫസ് ഏരിയ ഉണ്ട്. കെർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആണ് എന്ത്? കെർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്കറിയാം ഇതിന്റെ ബാക്കി ഇവിടെ ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്തായിരുന്നു?
4πr² ആയിരുന്നു. പക്ഷെ ഈ ഒരു ഭാഗം മാത്രം അപ്പൊ എത്രയായിരിക്കും? ഈ 4πr² പകുതി 2πr² ആയിരിക്കും വരാം. അതാണ് കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr². ഇനി ടോട്ടൽ സർഫസ് ഏരിയ 3πr². എങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ 3πr² വന്നറിയോ? ഇതാണ് കർവ്ഡ് സർഫസ്, അത് നമുക്കറിയാം 2πr² ആണെന്നറിയാം. ഇനി ഇവിടെ ഉണ്ട് നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ പറയുമ്പോൾ താഴ്ഭാഗം സർക്കിൾ അല്ലേ വരുന്നത്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്താ? πr². അപ്പൊ ഈ 2πr² πr² കൂട്ടിയിട്ടാണ് 3πr² എന്ത് വന്നത്? ടോട്ടൽ സർഫസ് ഏരിയ വന്നത്. ക്ലിയർ ആയോ? നമ്മുടെ സ്പിയറിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കർവ്ഡ് സർഫസ് ഏരിയ തന്നെയാണ് അവിടെ ടോട്ടൽ സർഫസ് ഏരിയ ആയിട്ട് വരുന്നത്. പക്ഷെ ഹെമിസ്ഫിയറിന്റെ കേസിൽ കർവ്ഡ് സർഫസ് ഏരിയയും ടോട്ടൽ സർഫസ് ഏരിയയും ഡിഫറെന്റ് ആണ്. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്ത ഈ ഒരു പോർഷൻ ആണ് കർവ്ഡ് സർഫസ് ഏരിയ. അത് 2πr², 4πr²ന്റെ പകുതി. ഈ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്ന സമയത്ത് ആ സ്പിയറിനെ കട്ട് ചെയ്ത് അതിന്റെ അടിഭാഗം സർക്കിൾ ആണല്ലോ വരുന്നത്. അപ്പൊ സർക്കിളിന്റെ ഏരിയ കൂടെ ആഡ് ചെയ്യണം. അതാണ് πr² ആഡ് ചെയ്യുമ്പോൾ 3πr² എന്ന് വന്നത്. ഇനി വോളിയം എന്ന് പറയുന്നത് സ്പിയറിന്റെ 4/3 πr³ ആയിരുന്നു. ഇത് ഈ 4 എന്നുള്ളത് 2 ആയി, പകുതിയായി. അങ്ങനെ 2/3 πr³ ആണ് ഹെമിസ്ഫിയർ അല്ലെങ്കിൽ അർദ്ധഗോളത്തിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇത്രയും നേരം നമ്മൾ ഇക്വേഷൻസും കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന പ്രോബ്ലംസ്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകുന്ന അളവുകൾ ഏത്? നമുക്ക് ഒരു ട്രയാങ്കിള് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു 3 അളവുകൾ നമുക്ക് തന്നു. ഈ 3 അളവുകൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിന്റെ ബേസിലായിരിക്കും ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കും എന്ന് പറയാ? തന്ന 3 അളവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ട്രയാങ്കിളിന് 3 സൈഡ് ആണുള്ളത്. അപ്പൊ 3 സൈഡ് നമുക്ക് അറിയണം. ഏതെങ്കിലും 2 സൈഡ്, ചെറിയ 2 സൈഡ് കൂട്ടുമ്പോൾ മൂന്നാമത്തെ സൈഡിനെക്കാട്ടിയും വലുതായിരിക്കണം കിട്ടണത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റുള്ളൂ? ട്രയാങ്കിൾ വരയ്ക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ ത്രികോണത്തിന്റെ വശങ്ങളാകുന്ന അളവുകൾ ഏതാണ്, ട്രയാങ്കിളിന്റെ സൈഡ്സ് ആകുന്നത് ഏതൊക്കെയാ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതൊക്കെയായിരിക്കും? കറക്റ്റ് ആണ്. 8ഉം 7ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 15 ആണ് വരാ. സെയിം ആയാലും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. മൂന്നാമത്തെ സൈഡ് 15 അല്ലേ വരുന്നത്, അപ്പൊ വരയ്ക്കാൻ പറ്റില്ല. ഇനി അടുത്തത് 8ഉം 7ഉം ആഡ് ചെയ്താൽ 15 ആണ് വരാ. മൂന്നാമത്തെ സൈഡിനെക്കാട്ടിയും കുറവാണ് ബാക്കി 2 സൈഡ് കൂട്ടിയപ്പോ. അപ്പൊ നമുക്ക് ഇതിലും വരയ്ക്കാൻ പറ്റില്ല. ഇനി സി എടുക്കുകയാണെങ്കിൽ 8ഉം 7ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15 ആണ് കിട്ടിയത്. അത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടിയും വലുതല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതാണ് ആൻസർ. സി ഓപ്ഷൻ ആണ്. 8ഉം 7ഉം 14ഉം ആണ് നമുക്ക് ഇവിടെ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് തന്നാലും നിങ്ങൾ ഏറ്റവും ചെറിയ 2 എണ്ണം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡിനെക്കാട്ടിയും വലുതാണോ കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്താൽ മതി. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇനി അടുത്ത ടേപ്പ്. ഒരു ത്രികോണത്തിന്റെ കോണുകൾ 3:7:8 എന്ന അംശബന്ധത്തിലാണ്. റേഷ്യോ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ റേഷ്യോ, കോണുകളുടെ റേഷ്യോ തന്നിട്ടുണ്ട്. 3:7:8 എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ചോദിക്കുന്നത് ചെറിയ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ചെറിയ ആംഗിൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. 180 ഡിഗ്രി ആണ് ഒരു ട്രയാങ്കിളിന്റെ ടോട്ടൽ ആംഗിളിന്റെ സമം. 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അപ്പൊ നമുക്കതില് ചെറിയ ആംഗിളിന്റെ റേഷ്യോയാണ് കാണേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ റേഷ്യോയില് ചെറുത് എടുക്കുക. 3 അല്ലേ ചെറുത്, അപ്പൊ 3 × 180. ഇനി ഈ 3ക്ക് അടിയില്
ഈ 7ഉം തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ ആഡ് ചെയ്യുക. 3ഉം 7ഉം 10, 10 + 8 18. അപ്പൊ 3/18. 8ഉം 8ഉം 18ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വരും. 10 × 3 ആൻസർ എന്തെന്ന് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. ഇനിയിപ്പോ നമ്മുടെ വലിയ ആംഗിൾ ആണ് ചോദിച്ചെന്നുണ്ടെങ്കിലോ, വലിയ റേഷ്യോ ഏതാ? 8 അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ 8 ÷ 3 റേഷ്യോയും കൂട്ടിക്കഴിഞ്ഞാൽ 18 ഇൻറ്റു എന്ത് വരും? 180 വരും. അപ്പൊ 18ഉം 18ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 10 വരും. 10 × 18 880 കിട്ടി. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഏത് റേഷ്യോ തന്നിട്ട് നിങ്ങളടുത്ത് ആംഗിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും നിങ്ങൾ ആ തന്നിരിക്കുന്ന റേഷ്യോ എല്ലാം കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ചെറിയ അളവാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചെറുത് ÷ ആ ആഡ് ചെയ്തത് ഇൻറ്റു 180 ചെയ്താൽ മതി. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത്, ഒരു മട്ട ത്രികോണത്തിന്റെ ഒരു ന്യൂനകോൺ 70 ഡിഗ്രി ആയാൽ മറ്റേ ന്യൂനകോണിന്റെ അളവെന്താ? നമുക്കറിയാം മട്ട ത്രികോണം എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ ആണ്. ഇതിൽ ആകെ ഉള്ളത് 2 ആംഗിൾ ആണ്. ന്യൂനകോണിന് ഇംഗ്ലീഷിൽ അക്യൂട്ട് ആംഗിൾ എന്നാണ് പറയാ. 90 ഡിഗ്രിനെക്കാട്ടിയും ഇതാണ് നമ്മുടെ 90 ഡിഗ്രി. ഈ 90 ഡിഗ്രിനെക്കാട്ടിയും ചെറുതാണെന്നുണ്ടെങ്കിൽ, കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോൺ എന്ന് പറയും. ഈ 90 ഡിഗ്രിനെക്കാട്ടിയും വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലെങ്കിൽ ബൃഹത് കോൺ എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇതാണ് 90 ഡിഗ്രി. ബാക്കി വരുന്ന ഇതും എന്തുതന്നെയാണ്? അക്യൂട്ട് ആംഗിൾ അല്ലെങ്കിൽ ന്യൂനകോണാണ്. അതിൽ ഒരു ആംഗിൾ 70 ഡിഗ്രിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മറ്റേ ആംഗിൾ കണ്ടുപിടിച്ചൂടെ? ഇത് മൊത്തം 180 ഡിഗ്രിയാണ്. അതിൽ ഈ ഒരു ആംഗിൾ 90 ആണെങ്കിൽ ഈ 2 സ്മോൾ ആംഗിൾസ് ആഡ് ചെയ്താൽ 90 കിട്ടും. അപ്പൊ 90യിൽ നിന്ന് 70 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തെന്ന് കിട്ടും? 20 എന്ന് കിട്ടും. കിട്ടിയോ? മനസ്സിലായോ? കിട്ടി. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1/2 1/3 1/5 ആണ്. ത്രികോണത്തിന്റെ ചുറ്റളവ് 310 സെന്റിമീറ്റർ ആയാൽ വലിയ വശം എന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ നോക്ക്, റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 1/2. റേഷ്യോ തന്നിരിക്കുന്നത് 1/2 1/3 1/5 എന്ന് പറയുന്ന ആ ഒരു റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് നോർമൽ തരുന്ന റേഷ്യോയിലല്ല തന്നിരിക്കുന്നത്, ഫ്രാക്ഷനിലാണ് റേഷ്യോ തന്നിരിക്കുന്നത്. ഫ്രാക്ഷനിലാണ് റേഷ്യോ തന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫ്രാക്ഷനെ മാറ്റിയിട്ട് നമ്മൾ നോർമൽ റേഷ്യോയിലോട്ടാക്കി മാറ്റണം. അപ്പൊ ഈ ഫ്രാക്ഷൻ എങ്ങനെയാ മാറ്റാച്ചാ, താഴത്ത് ഈ കാണുന്ന 2ഉം 3ഉം 5ന്റെയും LCM എടുക്കുക. അപ്പൊ 2 × 3 × 5 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 × 5 15, 15 × 2 ചെയ്യുമ്പോൾ 30 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ ഓരോന്നിനെയും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഓരോ റേഷ്യോനെയും 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് 15 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 10 എന്ന് കിട്ടും, ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടും. അപ്പൊ പുതിയ റേഷ്യോ നമുക്ക് കിട്ടി. 15:10:6 എന്ന് പറയുന്നതാണ് നമ്മുടെ പുതിയ റേഷ്യോ. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വലിയ വശം എന്താ എന്നാണ് ചോദ്യം. അപ്പൊ ഇതിൽ റേഷ്യോയില് വലിയ റേഷ്യോ ഏതാ നോക്കാം. 15 അല്ലേ? അപ്പൊ 15 ÷ ഈ റേഷ്യോസ് എല്ലാം കൂടെ ആഡ് ചെയ്യാം. 15ഉം 10ഉം 6ഉം ആഡ് ചെയ്ത 31 ആണ് വരാം. 31 ഇൻറ്റു ഇവിടെ നമുക്ക് പെരിമീറ്റർ തന്നിട്ടുണ്ട്, 310 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ 31ഉം ഈ 31ഉം കട്ട് ചെയ്താൽ ഇവിടെ 10 വരും. 10 × 15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 150 എന്ന് കിട്ടും. ഇത് ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. കിട്ടിയോ? മനസ്സിലായോ ചെയ്യേണ്ടത്? മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു റേഷ്യോ തരാം. 1/3 1/4 1/5. ഇതാണ് റേഷ്യോ. ഇതിന്റെ വലിയ സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ തന്നിരിക്കുന്നത് 188.
80 ആണോ മിസ്? 80 കറക്റ്റ്. ഇനി അടുത്ത ടൈപ്പാണ് 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തത്തിൽ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുരത്തിന്റെ വിസ്തീർണം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് നമ്മൾ ഇതിന്റെ ഡയഗണൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെന്റർ എങ്കിൽ ഇത് 3 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് റേഡിയസ്. ഇനി അവർ പറയുന്നത് ഇതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഈ വലിയ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വലിയ റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്രയാന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് ഡയഗണലിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് ഇക്വേഷൻ വരാട്ടോ. ഡയഗണലിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഡയഗണൽ ഇവിടെ വരുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 3 സെന്റിമീറ്റർ ആണ് റേഡിയസ് തന്നിരിക്കുന്നത്. അപ്പൊ ഡയഗണൽ എന്ത് വരും? 6 വരും. റേഡിയസിന്റെ ഡബിൾ ആണ് ഡയഗണൽ. അപ്പൊ ഡയഗണൽ 6. അപ്പൊ 6 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6 into 6 36. 36 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 18 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓപ്ഷനിൽ ബി ക്വസ്റ്റ്യൻ ആണ് ആൻസർ. മനസ്സിലായോ? ഒരു സർക്കിളിൽ നമുക്ക് എത്ര വെക്കാൻ പറ്റുന്ന വലിയ റെക്ടാങ്കിൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഡയഗണലിന്റെ സ്ക്വയറിന്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടും റെക്ടാങ്കിളിന്റെ കേട്ടോ. അതേപോലെ തന്നെ അടുത്തത് ഇതൊന്ന് കണ്ടുപിടിച്ചേ. ഇത് 6 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ, സമചതുരമാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റേത് റെക്ടാങ്കിൾ ആയിരുന്നു, ഇവിടെ വന്നിട്ട് സമചതുരമാണ്. സമചതുരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മള് ഈ സർക്കിളിന്റെ സമചതുരത്തിന്റെ ഒരു സൈഡ് നമുക്ക് തന്നിട്ടുണ്ട് 6 ആണ്. അപ്പൊ ഇത് 6 ആണെങ്കിൽ ഇതും 6 ആണ്, ഇതും 6 ആയിരിക്കും, ഇതും 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കൂടി ഇങ്ങനെ ഡയാമീറ്റർ വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഡയാമീറ്ററും എന്ത് തന്നെയാണ്? 6 തന്നെയാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ പൈ ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് റേഡിയസ് എത്രയാണ്? ഡയഗണല് 6 ആണ്. അപ്പൊ റേഡിയസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ 3 സ്ക്വയർ. അപ്പൊ 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. 9 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരാം. ഇതിൽ ഓപ്ഷനിൽ ബി ക്വസ്റ്റ്യൻ. മനസ്സിലായോ? അടുത്തതാണ് 12 സെന്റിമീറ്റർ ലെങ്ത്തും 5 സെന്റിമീറ്റർ ബ്രെഡ്ത്തുമുള്ള ഒരു ചതുരത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർ മൂലയിലേക്കുള്ള നീളം എത്ര? അതായത് ഇതിന്റെ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്, 12 തന്നിട്ടുണ്ട്, 5 തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു മൂലയിൽ നിന്ന് മറ്റേ മൂലയിലേക്ക് വരയ്ക്കുന്ന ഇതിന്റെ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? ഇത് 12 അറിയാം, ഇത് 5 അറിയാം. ഈ ഡയഗണൽ കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. പൈതഗോറസ് തിയറത്തിൽ ഇപ്പൊ നമുക്ക് ഈ ഡയഗണൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അപ്പൊ അതാണ് ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ is equal to ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ 12 സ്ക്വയർ ചെയ്താൽ മതി. 25 പ്ലസ് 144 ചെയ്യുമ്പോൾ 169 വരും. ഇത് ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് വരാം. അപ്പൊ ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു √169. ആൻസർ എന്തെന്ന് വരും? 13. ഇതാണ് വരാൻ
ഓപ്ഷൻ എ ആണ് ആൻസർ കിട്ടുക. മനസ്സിലായത്? അടുത്തതാണ് ഒരു വൃത്തത്തിലെ 6 ബിന്ദുക്കളിൽ നിന്ന് എത്ര ഞാണുകൾ വരയ്ക്കാം? നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ ഞാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോഡ് എന്ന് പറയും. നമുക്കൊരു സർക്കിൾ ഒരു കോഡ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്ന ഈ ഒരു വരയെ പറയുന്നതാണ് കോഡ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത്. അതിന് സർക്കിളിൽ നമുക്ക് 2 പോയിന്റ് വേണം. അപ്പോൾ 6 പോയിന്റുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കോഡ് വരയ്ക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. അത് n×n-1 ഓൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് 6 പോയിന്റ് ആണ് ഉള്ളത്. അപ്പൊ n-ന്റെ സ്ഥാനത്ത് 6 കൊടുക്കുക. 6×6 - 1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ആൻസർ ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. 3×6 1 മൈനസ് ചെയ്താൽ 5. ആൻസർ 15. ഓപ്ഷൻ ബി ആണ് ആൻസർ വരാം. മിസ് ഈ ഞാണുകൾ എന്ന് വെച്ചാ കോഡ് ശരി. ഓക്കെ, താങ്ക് യു. ഈ 2 പോയിന്റ്, ഒരു സർക്കിളത്തെ 2 പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ലൈനിനെ പറയുന്നതാണ് കോഡ് എന്ന് കേട്ടോ. ഏറ്റവും വലിയ കോഡ് തന്നെയാണ് ഈ സർക്കിളിന്റെ ഡയാമീറ്റർ എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടം പോലെ കോഡുകൾ വരയ്ക്കാൻ പറ്റും ഒരു സർക്കിളിൽ. അപ്പൊ 6 പോയിന്റ് യൂസ് ചെയ്തിട്ട് എത്ര കോഡ് വരയ്ക്കാൻ പറ്റും ചോദിച്ചാൽ n×n-1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇതേപോലെ എത്ര പോയിന്റ് തന്നിട്ട് എത്ര കോഡ് വരയ്ക്കാൻ പറ്റും എന്ന് ചോദിച്ചാലും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ. ഇനി അടുത്തൊരു പ്രോബ്ലം ആണ്. 200 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ ഉപയോഗിച്ച് മറ്റൊരു സമചതുരം വരച്ചാൽ ആ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ തന്നിട്ടുണ്ട് അവര് ക്വസ്റ്റ്യനിൽ. ഈ വലിയ സ്ക്വയറിന്റെ ഈ ഏരിയ അവര് തന്നിട്ടുണ്ട്. 200 സെന്റിമീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. എന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ട് ഈ സൈഡിന്റെ, ആ വലിയ സ്ക്വയറിന്റെ സൈഡിന്റെ മധ്യബിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ്, ഈ സൈഡിന്റെ മിഡ് പോയിന്റും അതുപോലെ ഈ സൈഡിന്റെ മിഡ് പോയിന്റ്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ്, അങ്ങനെ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചിട്ട് നമ്മൾ എന്ത് വരച്ചു? ഒരു സ്ക്വയർ വരച്ചു. അപ്പൊ ഈ ഉള്ളിലുള്ള ഈ സ്ക്വയറിന്റെ ഏരിയ എന്താ എന്നാണ് ചോദ്യം. എന്താണെന്നറിയോ? എത്രയായിരിക്കും? ഹാഫ് ആയിരിക്കും. ഹാഫ് ആയിരിക്കും. മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചത് കൊണ്ട് നമുക്ക് വരുന്നത് എത്രയാണോ അതിന്റെ, ഇപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യനിൽ ഉള്ളിത്ത് തരും, എന്നിട്ട് പുറത്തേക്കും ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഉള്ളിത്ത് അറിയാന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തെ കണ്ടുപിടിക്കാൻ ഡബിൾ എടുത്താൽ മതി. ഇനി പുറത്ത് തന്നിട്ട് ഉള്ളിത്ത് കാണാന്നുണ്ടെങ്കിൽ ഹാഫ് എടുത്താൽ മതി. അപ്പൊ ആൻസർ എന്ത് വരും? 100 വരാം. അത് മിഡ് പോയിന്റുകൾ യോജിപ്പിച്ച് ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 7 സെന്റിമീറ്റർ റേഡിയസും 30 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള കോണാകൃതിയിലുള്ള ഒരു തൂണിന്റെ വ്യാപ്തം എന്ത്? ഇതാണ് ക്വസ്റ്റ്യൻ. കോണാണ് പറഞ്ഞിരിക്കുന്നത്. അവർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ ആണ്. ഹൈറ്റും തന്നിട്ടുണ്ട് 30 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കോണിന്റെ എന്താ ചോദിച്ചിരിക്കുന്നത്? കോണാകൃതിയിലുള്ള ഒരു തൂണ്, ആ തൂണിന്റെ വോളിയം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോണിന്റെ 1/3 πr² h എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷനിൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 1/3 ഇൻറ്റു പൈ ഇൻറ്റു, ഇവിടെ പൈന്റെ വാല്യൂ ഉള്ളത് കൊണ്ട്, പൈന് പൈ തന്നെ ഓപ്ഷനിൽ ഇട്ടത് കൊണ്ട് നമ്മൾ പൈന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓപ്ഷനിൽ പൈ ഇല്ലാത്ത വാല്യൂ ആണെന്നുണ്ടെങ്കിൽ പൈന്റെ വാല്യൂ ഒന്നില്ലെങ്കിൽ 22/7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 3.14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. r² എന്ന് പറയുമ്പോൾ 7² ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 13. ഈ 3യും കട്ട് ചെയ്യുക, അപ്പൊ 10 എന്ന് വരും. 7ന്റെ സ്ക്വയർ 40
9. അപ്പൊ 49 into 10 490. പിന്നെ ആൻസറിൽ എന്തും വരും, പയ്യും വരും. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഉയരം 40 സെന്റിമീറ്ററും അടിഭാഗത്തിന്റെ ചുറ്റളവ് 66 സെന്റിമീറ്ററും ആയാൽ വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വൃത്തസ്തംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിലിണ്ടർ. സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ എച്ച് ആണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ് തന്നിട്ടുണ്ട്. പിന്നെ ചുറ്റളവാണ്, അടിഭാഗത്തിന്റെ ചുറ്റളവാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം സിലിണ്ടറിന്റെ അടിഭാഗം എന്താണ്? സർക്കിൾ ആണ്. സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ചുറ്റളവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക? പെരിമീറ്റർ. 2πr. ആ 2πr വരും. 2πr ഈക്വൽ ടു നമുക്ക് അറിയാം എത്രയാണ്? 66 ആണ് അറിയാം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് r കണ്ടുപിടിക്കാം. അപ്പൊ ഈ r ഈക്വൽ ടു എന്തെന്ന് വരും? 66 ഡിവൈഡഡ് ബൈ 2π എന്ന് വരും. ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 33 എന്ന് വരും. പിന്നെ പൈന്റെ വാല്യൂ 22 ഡിവൈഡഡ് ബൈ 7. ഓക്കെ. അപ്പൊ അത് ചെയ്യണ സമയത്ത് നമുക്ക് 21 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. റേഡിയസ് r നമുക്ക് 21 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ ആയോ? ഇനി നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ 33 ഡിവൈഡഡ് ബൈ പൈ എന്നുള്ളത് തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പൈ ഇൻറ്റു ആർ സ്ക്വയർ അല്ലേ? അപ്പൊ 33 ഡിവൈഡഡ് ബൈ പൈ, ഇവിടെ ഹോൾ സ്ക്വയർ എടുക്കുക. ഈ പൈയും ക്യാൻസൽ ചെയ്ത് പോവും. ഇനി ഇവിടെ താഴത്തെ ഒരു പൈ ഉണ്ട്. പിന്നെ ഇതിന്റെ സ്ക്വയർ എടുത്തിട്ട് പൈന്റെ വാല്യൂ കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്തിട്ട് ഇൻറ്റു 40 ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ അറിയാലോ? അപ്പൊ ഫൈനൽ ആൻസർ വന്നിട്ട് ഇത് ചെയ്യണ സമയത്ത് നമുക്ക് 13,860 എന്ന് കിട്ടും. ഓക്കെ. അപ്പൊ ഇവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടിഭാഗത്തിന്റെ പെരിമീറ്റർ 66 എന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നേരിട്ട് റേഡിയസ് തന്നിട്ടില്ല. അതിന് പകരം അവര് യൂസ് ചെയ്തതാണ് അത്. അപ്പൊ നമുക്ക് സിലിണ്ടറിന്റെ ഷേപ്പും കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന്റെ അടിഭാഗം സർക്കിളാന്ന് അറിയുള്ളൂ. അപ്പൊ സർക്കിളാന്ന് അറിയുന്ന ഒരാൾക്കാണ് അതിന്റെ പെരിമീറ്റർ 2πr എന്ന് എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇക്വേഷൻസ് പഠിക്കുന്ന സമയത്ത് വെറുതെ പഠിച്ചു പോവാണ്ട് ഫിഗർ ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മറക്കില്ല. അല്ലെങ്കിൽ ഇതില് ഒരുപാട് ഇക്വേഷൻസ് വരുന്നത് കാരണം കൺഫ്യൂഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത്, ഒരു സിലിണ്ടറിന് ആരം 7 സെന്റിമീറ്റർ, ഉയരം 10 സെന്റിമീറ്റർ ആയാൽ അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. ഒരു സിലിണ്ടറിന്റെ ആരം, റേഡിയസ്, സിലിണ്ടറിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതിന്റെ വ്യാപ്തം എത്രയായിരിക്കും, വോളിയം എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നതാണ് വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ 22 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു പൈന്റെ വാല്യൂ 7 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് 10. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ 490 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 22 എന്ന് വരും. ഇത് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 70 എന്ന് വരും. 70 ഇൻറ്റു 22 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ ആണോ? ഇതൊന്ന് ചോദിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഇത്രയാണ് നമുക്ക് ഈ ഭാഗത്ത് വരുന്നത്. ഇനിയും പ്രോബ്ലംസ് ഉണ്ട്. കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഈ ചാപ്റ്റർ SSLC നമ്മുടെ സോളിഡ്സ് എന്ന് പറഞ്ഞ 8ാമത്തെ ചാപ്റ്റർ, ആ ചാപ്റ്ററിൽ എന്താ പറയാ നോക്കിയാൽ മതി. SCRT അതിന്റെ ഉള്ളിൽ തന്നെയാണ് കൂടുതൽ അവർ ചോദിച്ചു കണ്ടിരിക്കുന്നത്.
ഇങ്ങനത്തെ ഈ എന്താ പറയുക 3 ഡയമെൻഷനിൽ വരുന്ന പ്രോബ്ലംസ് ഒക്കെ അത് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. SCRT-ക്കാണ് ഇപ്പൊ അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ചിലപ്പോ അതിലത്തെ പ്രോബ്ലംസ് അതുപോലെ തന്നെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ SCRT എന്താ പറയാ 10th സ്റ്റാൻഡേർഡിന്റെ 8ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, ഓക്കെ മിസ്. എന്നാ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാട്ടോ. താങ്ക് യു മിസ്.